തൃപ്പൂണിത്തുറ കണ്ണൻകുളങ്ങരയിൽ ഭാര്യയെ ഭർത്താവ് വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ചേർത്തല സ്വദേശിയായ രതീഷ് ഭാര്യ ധന്യയെയാണ് വെട്ടിയത്. വൈകിട്ട് ടി.പി. രാമകൃഷ്ണൻ മാളിന്റെ മുൻപിലുള്ള റോഡിന് സമീപമാണ് സംഭവം നടന്നത്. ഗുരുതരമായി പരിക്കേറ്റ ഭാര്യ ധന്യയെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. തൃപ്പൂണിത്തുറ കണ്ണൻകുളങ്ങരയിലെ ടി.പി. രാമകൃഷ്ണൻ മാളിന്റെ മുമ്പിലുള്ള റോഡിന് സമീപമാണ് ദൗർഭാഗ്യകരമായ സംഭവം നടന്നത്. ദാമ്പത്യ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളാണ് ഇത്തരത്തിലുള്ള ദാരുണമായ സംഭവത്തിലേക്ക് എത്തിച്ചതെന്നാണ് പോലീസ് നിഗമനം. 3 വർഷമായി ഇവർ പിരിഞ്ഞാണ് താമസിച്ചിരുന്നത്. രതീഷുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്താൻ ധന്യ കുടുംബകോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ പ്രതി ഡൈവോഴ്സിന് വഴങ്ങാത്തതും കൃത്യത്തിലേക്ക് വഴിതെളിച്ചു. സംഭവത്തെക്കുറിച്ച് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷൻ SHO ആനന്ദ് ബാബു പറഞ്ഞത് ഇങ്ങനെ: നേരത്തെ ദാമ്പത്യ പ്രശ്നങ്ങളുണ്ട്. ആലപ്പുഴ ഫാമിലി കോർട്ടിൽ ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഒരു 3 വർഷമായിട്ട് സെപ്പറേറ്റഡ് ആയിട്ടാണ് കഴിയുന്നത്. രണ്ട് കുട്ടികളുണ്ട്. ഒരു കുട്ടി ഈ ധന്യയോടൊപ്പമാണ്, ഒരു കുട്ടി അച്ഛനോടൊപ്പമാണ്. ഈ ധന്യയുടെ ഒരു പരാതി ഈ സ്റ്റേഷനിൽ നിന്ന് കിട്ടിയിരുന്നു. അപ്പോൾ അതിലേക്ക് ധന്യയുടെ ഫ്രണ്ടായിട്ടുള്ള ഒരു ഹൃതിക്കിനെയും അയാളുടെ ഫാമിലിയെയും വിളിച്ചു വരുത്തിയിരുന്നു. അപ്പോൾ പരാതി പറഞ്ഞ് സെറ്റിൽ ചെയ്ത് പറഞ്ഞു വിട്ടു. ഈ പറഞ്ഞു വിട്ട് ഈ ഹൃതിക്കിൻ്റെ സുഹൃത്ത് ഇവരെ ബൈക്കിൽ കൊണ്ടുപോയി കണ്ണൻകുളങ്ങര ജംഗ്ഷൻ സമീപം വെച്ച് ഈ രതീഷ് പിന്നാലെ വന്നിട്ട് ബൈക്ക് ഇടിച്ച് വീഴ്ത്തി ഈ വാക്കത്തെ ആക്രമിക്കുകയാണ്. അതിൻ്റെ കഴുത്തിനും തലയ്ക്കുമാണ് വെട്ടേറ്റിരിക്കുന്നത്. രതീഷ് പിന്നാലെ വന്ന് ധന്യ സഞ്ചരിച്ച ബൈക്കിനെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. ശേഷം കയ്യിലുണ്ടായിരുന്ന വാക്കത്തി കൊണ്ട് വെട്ടുകയായിരുന്നു. തലയ്ക്കും കഴുത്തിനുമാണ് വെട്ടേറ്റത്. ആലപ്പുഴ അരൂർ സ്വദേശികളായ ഇരുവരും തൃപ്പൂണിത്തുറയിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.